Good morning. Good morning, ma'am. Good morning, ma'am. Good morning. നിങ്ങളെ prayer എല്ലാം കഴിഞ്ഞു? Yeah. Okay, we can start. Please. Good morning. Prayer കഴിഞ്ഞോ? അതാ ഞാനും ചോദിച്ചത് prayer കഴിഞ്ഞോന്ന്. ഇല്ലാന്നെന്തോ പറഞ്ഞ പോലെ തോന്നുന്നു. Prayer പാടട്ടെ? Yes, please. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമീകയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമീകയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണി ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണി കുഞ്ഞുവീടിനുൾക്കരങ്ങൾ സ്വർഗമാകണി അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണി പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണി ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമീകയും ഭൂമി തളിരിടുന്ന വർണ്ണമീകയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. Okay, very nice. ഇനി എന്താ ആരാ? Good morning. Yeah, good morning. Yes, please, പറഞ്ഞു. കഴിഞ്ഞോ? Signing dot for 3 ഒന്നുമില്ലേ? സാധാരണ ക്ലാസ് ഒക്കെ തീരാറാകുമ്പോഴാണ് അതൊക്കെ നിന്ന് പോകുന്നത്. സൈലന്റ് പ്രെയർ വരികയാകും. പ്രെയർ ഒക്കെ നിന്ന് സൈലന്റ്. Signing പറയട്ടെ മാം. പറയൂ. Good morning to all. My name is Manju. You are all welcome, respected teacher Disha ma'am, to our class. I am so happy to see you together here. I hope the class will great and successful. I hope you will enjoy the class. Have a good day. Thank you for joining us. Yes, thought of the day. Please. Good morning, all. Thought of the day. I am Liji Reggie.
The highest result of education is tolerance. ഹെലൻ കെല്ലർ. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന ഫലം സഹിഷ്ണുതയാണ്. ഓക്കെ, നിങ്ങൾക്ക് എവിടം വരെയായി? നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ എന്താ പറഞ്ഞു? റിവേഴ്സ് കളറിങ് റെക്കോർഡിനകത്ത്. ഓ, റെക്കോർഡ് ബുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഓക്കെ, ഞാനൊന്ന് എന്റെ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ മാം. റിവേഴ്സ് കളറിങ് ആൽഫബറ്റ്സ് ആൻഡ് ഡിജിറ്റ്സ് ആയിരുന്നോ അതോ പിക്ചർ ആയിരുന്നോ? പിക്ചർ ആയിരുന്നു മാം. ഹാൻഡ് മൈൻഡ്. യെസ്. ഓക്കെ, വൈറ്റ് പാർട്ട് കളർ ചെയ്യാനായിട്ട് നമ്മളൊരു പിക്ചർ വരച്ചിട്ട് കുറച്ച് പോർഷൻസ് ബ്ലാങ്ക് ആയിട്ട്, മീൻസ് വൈറ്റ് പാർട്ട് ആയിട്ടിടും, ആ പേപ്പറിന്റെ അത് തന്നെ ആയിട്ടിടും, ബാക്കി ഭാഗമെല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെക്കും. ഞാനിവിടെ ഷെയ്ഡിങ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്ത് വെക്കും. എന്നിട്ട് കുട്ടിയോട് വൈറ്റ് പാർട്ടിൽ മാത്രം കളർ ചെയ്യാന്ന് പറയണം. പക്ഷെ കാരണം അവന്റെ കൈ പിടിച്ച് ആ മൂവ്മെന്റ് ഒന്ന് പ്രാക്ടീസ് ആവാൻ കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് തന്നെ എല്ലാ കുട്ടികളിലും അത് ഒരുപോലെ വരില്ല. പലപ്പോഴും കളർ ചെയ്യുമ്പോൾ പുറത്തേക്കൊക്കെ പോകും. എന്നാലും ഇങ്ങനെ ആകുമ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കും, അവിടെ മാത്രം മൂവ് ചെയ്യാനുള്ള. അപ്പൊ അവരുടെ ആക്ഷന്റെ ഒരു സെൽഫ് കൺട്രോള് അവർക്ക് വരും. അതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു. ഇതൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള പിക്ചർ ആണല്ലോ. ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരുപോലെ എന്നുള്ള രീതിയിൽ സിമെട്രിക്കൽ പിക്ചറാണ്. അപ്പൊ കുട്ടി എൻവിയോൺമെന്റുമായിട്ട്, പുറം ലോകമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവന് ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് അറിയാം അതിന്റെ കളർ എങ്ങനെയാണെന്ന്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യട്ടെ. അവരുടെ ഇമാജിനേഷൻ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. ആസ് പെർ ചിൽഡ്രൻസ് ഇമാജിനേഷൻ കളർ ദ വൈറ്റ് പാർട്ട് ഓഫ് ദ പിക്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അവർക്ക് വിടുക. അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഡൂസ് ആൻഡ് ഡോൺസ് ഒരിക്കലും കുട്ടികളുടെ അടുത്ത് പറയരുത്. നമ്മൾ ഇടപെടേണ്ട, അതായത് ആ ശരിയല്ല ആ ആക്ഷൻ തോന്നുന്നത് മാത്രം നമ്മൾ ഇടപെടുക. മറ്റേത് അവർ എത്ര ടൈം വേണമെങ്കിലും എടുക്കട്ടെ, എങ്ങനെ വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ സെലക്ട് ചെയ്തോട്ടെ. ഈ കളർ എടുത്ത കൊള്ളില്ല അങ്ങനത്തെ കമന്റ്സ് പറയാതിരിക്കുക. അവർക്ക് തന്നെ പിന്നെ അത് മനസ്സിലാകും. നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കില്ലല്ലോ കുട്ടികൾക്കുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. എന്തോ പെൻസിൽ കൊണ്ടാണോ അത് ഷെയ്ഡ് ചെയ്തേക്കുന്നത്? പെൻസിൽ വെച്ചാ ഷെയ്ഡ് ചെയ്തേ. മാം അപ്പൊ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴേ അപ്പൊ ഇപ്പൊ ക്ലാസ്സിൽ ഇപ്പൊ സ്ട്രെങ്ത് 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 20 പിള്ളേർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വരച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്തുകൊണ്ട് പോണോ? ചെയ്തേക്കുന്നത് കാണാമോ? ഇല്ല, വീഡിയോ ഓൺ ആയിട്ടില്ല. എനിക്ക് വീഡിയോ ഓൺ ആയിട്ട് കാണുന്നില്ല. വീഡിയോ ഓൺ അല്ല ഷീബാഗ്, ഞങ്ങൾക്ക് കാണുന്നില്ല. ഓണായി വരുന്നുണ്ട് തോന്നുന്നു. യെസ്, ഇപ്പൊ കാണും. കുറച്ചും കൂടെ ഒന്ന് പൊക്കി പിടിച്ചേ. ഓക്കെ, വെരി ഗുഡ്, നൈസ് പിക്ചർ. ഞാനും ബട്ടർഫ്ലൈ ആണ് മാം ചെയ്തത്. അകത്ത് ബുക്ക് ആയതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. പിന്നെ റെക്കോർഡ് ചെയ്യുക, ഇതുപോലുള്ള അസൈൻമെന്റ്സ് ചെയ്യുക, ആക്ടിവിറ്റീസ് ചെയ്യുക, മെറ്റീരിയൽസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഇറ്റ്സ് യുവർ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അത് കാണിച്ചിട്ട് ക്ലാസ്സിൽ കാണിക്കുന്നത് ഇറ്റ്സ് ഓക്കെ, റെഫറൻസ് ആണ്. എനിക്ക് അയച്ചു തന്നിട്ട് ശരിയാണോ എന്നുള്ള അതൊന്ന് ഒഴിവാക്കുവാണെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇഷ്ടം പോലെ മെസ്സേജാ. എന്റെ എല്ലാ ജോലികളും കഴിഞ്ഞ് രാത്രി ഞാനിരുന്ന് അൺറീഡ് മെസ്സേജ് നോക്കി റിപ്ലൈ ചെയ്യലാണ് ഇപ്പൊ എന്റെ പണി. അതാണ് ഒരു അയച്ചു തരുമ്പോ നമുക്ക് ഈ പിക്ചർ ചോദിച്ചതേ
ഞാനിപ്പോ ചോദിച്ചത് ഇതിനകത്ത് ഞാൻ പെൻസിൽ ഷെയ്ഡ് അല്ല ഒരു ക്രയോൺ തന്നെ കൊടുത്തേക്കുന്നത്, ആ വൈറ്റ് പാർട്ട് ഒഴിച്ചിട്ടിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നാ? കുഴപ്പമില്ല. അപ്പൊ ഈ ക്രയോണിന്റെ കളറ് ഇപ്പൊ ആ പെറ്റൽസിൽ ചില പെറ്റൽസ് കളറല്ലേ ചെയ്തിരിക്കുന്നത്? അതെ, ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടി ബാക്കിയും അതേ കളർ തന്നെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാം, ചിലപ്പോ ഇല്ലാതിരിക്കാം. നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് അതൊക്കെ കുട്ടിയുടെ ഒരു ഒബ്സർവേഷൻ സ്കില്ല് എന്താ പറയാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ലത് തന്നെയാണ്, പ്രശ്നമില്ല. കാരണം ഇവിടെ തെറ്റാണ് ശരിയാണെന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. ആരും ആരെയും ജഡ്ജ് ചെയ്യില്ല. നമ്മളുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി അത് വേറൊരാൾക്ക് ചിലപ്പോ ഇറ്റ്സ് വെരി ഗുഡ് എന്ന് തോന്നാം, വേറൊരാൾക്ക് ഇറ്റ്സ് ഓക്കെ ആവറേജ് എന്ന് തോന്നാം. നോ പ്രോബ്ലം. മാം നേരത്തെ ചോദിച്ചതിന് പറഞ്ഞില്ല. നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടിട്ട് 20 പേരാണെങ്കിൽ അത്രയും കൊണ്ടുപോകണമെന്നല്ലേ ചോദിച്ചേ? അതെ അതെ, കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഒരു കുട്ടി ചെയ്യാതെ അതിന് വിഷമാവില്ലേ? മാം ഒരു ഡൗട്ടും കൂടെ അപ്പൊ മഞ്ജു ചോദിച്ചത് തന്നെ ഞാനും ചോദിക്കാം. അതായത് ഈ നമ്മളിപ്പോ കൊണ്ടുപോകുമ്പോൾ അത് ചാർട്ട് പേപ്പറിൽ കൊണ്ടുപോകുന്നതാണോ ആ കുട്ടിക്ക് ഏറ്റവും ബെറ്റർ, അതോ വൈറ്റ് പേപ്പറിൽ വരച്ചു കൊണ്ട് പോകണമോ? എങ്ങനെയായിരിക്കും ആ കുട്ടിക്ക് ചെയ്യുന്നൊരു ബെറ്റർ ആയിട്ട് വരുന്നത്? ചാർട്ട് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പല പല പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ചെറിയ അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതിയല്ലോ. ഇപ്പൊ ചെറിയൊരു ബട്ടർഫ്ലൈ വരയ്ക്കാൻ നമുക്ക് ആ A4 സൈസ് പേപ്പർ ധാരാളം മതിയാവുമായിരിക്കും. അതെ. അപ്പൊ ഒരു ചാർട്ട് പേപ്പറിനെ A4 സൈസിൽ മുറിച്ചാണെങ്കിലും കൊണ്ടുപോവാണെങ്കിൽ നമുക്കും വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാം. കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഓർക്കുക, നമ്മൾക്ക് ഇതൊക്കെ നമ്മളവിടുത്തെ സ്റ്റാഫാണ്, എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസും റിസോഴ്സസും അവിടെ നിന്ന് കിട്ടും. അല്ലെങ്കിൽ കുട്ടികളോട് കൊണ്ടുവരാൻ പറയാം. അത് ക്ലിയർ ആണ്, നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. നമ്മൾ തന്നെ കൊണ്ടുപോകും. കാരണം അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെയാണല്ലോ ആവശ്യം. അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അതൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ നോക്കുമ്പോ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ കോസ്റ്റ് എഫക്റ്റീവ്, അതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്തത്. അതായത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു എന്താ പറയാ, ഇപ്പൊ ക്രയോൺസ് ആണെങ്കിലും അവിടുന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതിലുപരി നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടി വരുമായിരിക്കും. കൊച്ചു കുട്ടികൾക്കാവുമ്പോ A4 ഹാഫ് ആക്കിയിട്ട് അത്രക്കുള്ള പിക്ചർ മതിയാവുമായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ റെക്കോർഡ് A4 സൈസ് പേപ്പർ ആണ് ഏകദേശം വരുന്നത് കണ്ടിട്ട്. അപ്പൊ നമ്മൾ ഒരു ചാർട്ടിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ അളന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഒരു കുട്ടിക്ക് ഇല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വിഷമം വേണ്ടല്ലോ. എപ്പോഴും നോക്കുക, നമ്മളിപ്പോ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഫീസ് അടയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന കുറച്ച് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് റെക്കോർഡ് ആണെങ്കിലും അസൈൻമെന്റ് എഴുതാനും അങ്ങനെ ഇങ്ങനെ നോട്ട്ബുക്സും അല്ലാതെ മെറ്റീരിയൽസും എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. എത്രത്തോളം എക്സ്പെൻസ് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട്, ടൈം പ്ലസ് മണി എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് എഴുതി വെക്കുക. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി വിത്തിൻ 3 months നമുക്ക് അതിനേക്കാൾ കൂടുതൽ, നമ്മൾക്ക് ചെലവായതിനേക്കാൾ കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് വെരി ഗുഡ്. അത് എപ്പോഴും അതൊരു നമ്മുടെ ഫസ്റ്റ് ഗോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഞാൻ ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിറങ്ങും, ഇതിനു വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്നെ വീട്ടിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് അങ്ങനെയായിരിക്കാം മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് ആ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ അത്രയെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അല്പം മുകളിലെങ്കിലും എനിക്ക് എടുക്കാനായിട്ട് പറ്റണം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ട്യൂഷൻ എടുത്താണെങ്കിലും ശരി, സ്കൂളിൽ വർക്ക് ചെയ്താണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, നമ്മൾ ഈ കോഴ്സിൽ നിന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഞാൻ ആ ലിസ്റ്റ് ഇടണോ? ഞാൻ PDF തന്നില്ലേ, റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ്, അത് വേണോ? മാം അതൊന്ന് കാണിച്ചേക്കാമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഞാൻ റെക്കോർഡിൽ ആ ഓർഡറിൽ തന്നെ ആയിരിക്കില്ലേ എഴുതിയിരിക്കുന്നത്, അതെ ചോദിച്ചത്. അതൊക്കെ നമ്മളിപ്പോ ഓർഡറിലാണ് പോകുന്നത്. എടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട് കൂടുതല. നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും ഡൗട്ട്. എനിക്ക് ഡൗട്ട് ഇതിപ്പോ ഞാൻ ശരിക്കും എന്റെ ക്ലാസ് ആയിരുന്നില്ലല്ലോ. ഞാന് വേഗം ക്ലാസ്സിലേക്ക് കയറി വരുമായിരുന്നു. വരുമ്പോ ഇങ്ങനെ കോള് വന്നോണ്ടിരിക്കുക, ഇഷ്ടം പോലെ കോള്. അതിങ്ങനെ ഇൻട്രോ തന്നെ കുറെ നേരം ഉണ്ടാവും. ഞാൻ പറഞ്ഞൊന്ന് വേഗം പറയാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മെസ്സേജ് അയക്കാൻ പറഞ്ഞു. മാം ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഞങ്ങള് സംശയിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടില്ലല്ലോ? നോ പ്രോബ്ലം. എനിക്ക് ക്ലാസ്സിൽ എത്ര നേരം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം.
ക്ലാസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ റിലേ പോകും. പിന്നെ ഫോൺ എനിക്ക് ഭയങ്കര അലർജിയാണ്. ക്ലാസ് കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതിന് പറ്റില്ല കേട്ടോ. 11:30 ക്ലാസ് ഉണ്ട്. എത്ര വേണമെങ്കിൽ ഇരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ക്ലാസ് ഓഫ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ആളാ. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ക്ലാസ് കഴിഞ്ഞ് ഓടി പലതും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ചെയ്യാനായിട്ട്? ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഓടി അടുക്കളയിലേക്ക് പോകും. അതന്നെ. എനിക്കിനി 12:30 ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ റിവേഴ്സ് കളറിംഗ് ആസ് പെർ ചിൽഡ്രൻസ് ഇമാജിനേഷൻ അതാണ് പറഞ്ഞത്. കളർ ദ വൈറ്റ് പാർട്ട് ഓഫ് ദ പിക്ചർ. ഞാൻ കുറച്ചധികം ഷെയ്ഡ് ചെയ്ത് വെച്ചു. മാം ഇത് പിൻ ചെയ്ത് വെക്കുവോ? മാമിന് ചെറുതായിട്ടാണ് അതൊക്കെ എല്ലാം കാണുന്നത്. നമ്മള് ഈ PDF ആണ്. PDF ആയാലും മാമിനെ കൈ ചെറിയൊരു ഭാഗത്ത് മാത്രമേ കാണുന്നുള്ളൂ. മൊബൈലിലാണോ? അതെ, മൊബൈലിലെ സ്ക്രീനിന്റെ വലുപ്പം അനുസരിച്ച് അതങ്ങ് പ്രൊപ്പോർഷണൽ ആയിട്ട് മാറുന്നതാണ്. ഒരു കാര്യം ചെയ്യുക, ഈ PDF ആണെങ്കിൽ അതിനെ ഒന്ന് സൂം ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഫോണിൽ സൂം ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോ സാധാരണ വലുതായിട്ട് കാണാറുണ്ട്. ഇത് എന്താ ഇങ്ങനെ? ഇപ്പൊ എന്റെ സെറ്റിങ്സ് വല്ലതും മാറിപ്പോയോന്നാവോ? സൂം ചെയ്യാൻ പറ്റും സഫി, സൂം ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ. അങ്ങനെ ഇപ്പൊ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മള് ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സ്കില്ല്, കാരണം ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ഏറയിൽ വന്ന് നിൽക്കുവാണല്ലോ. അപ്പൊ പല ടെക്നിക്കൽ ആയിട്ടുള്ള സ്കില്ലുകൾ ഞാൻ പഠിച്ചെടുക്കും എന്നുള്ള രീതിയിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാം. ഇപ്പൊ മൊബൈലിൽ പല ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? അതൊക്കെ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കും. ഞാൻ ഒരു ഡിക്ഷണറി പറഞ്ഞു തന്നിട്ടുണ്ടോ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന? ഡിക്ഷണറിയുടെ ആവശ്യം എന്താ അല്ലെ? മെറ്റയൊക്കെ ഉള്ളത്. എന്നാലും ആ ഒരു ഡിക്ഷണറി വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേർഡ് വെബ് എന്നുള്ളൊരു ഡിക്ഷണറിയാണ്. അതിൽ നമ്മളൊരു വേർഡിന്റെ മീനിങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫൊണറ്റിക് സൗണ്ടോട് കൂടിയുള്ള പ്രൊനൗൺസിയേഷൻ കൊടുത്തിട്ടുണ്ടാകും. അത് കൂടാതെ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, ആ വേർഡ് വരുന്ന ഒരു സെന്റൻസും കൂടെ, ഷൈനാകുമ്പോൾ മ്യൂട്ട് ചെയ്യാവും, സെന്റൻസും കൂടെ കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ 1-2 സെന്റൻസ് കൊടുക്കും. അപ്പൊ ആ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ആ വേർഡ് പല കോണ്ടെക്സ്റ്റിലും അതിന് എന്ത് മീനിങ് വരുന്നു ഉള്ള കാര്യം ഉണ്ടാവും. നിങ്ങൾ കുറച്ചും കൂടെ പേരെന്താണ്? വേർഡ് വെബ് എന്നാണേ. കാണിച്ചു തരാം. തൽക്കാലത്തേക്ക് അതൊന്ന് കാണിക്കാൻ ഈ സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണേ. കാണാമോ? ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിടുക. ഇതിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രം ഡേറ്റ മതി, നെറ്റ് മതി, ഇന്റർനെറ്റ്. പക്ഷേ നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കുമ്പോഴും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. എനിക്കിത് ഏറ്റവും യൂസ്ഫുൾ ആയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് എപ്പോഴും എനിക്ക് വാട്സാപ്പിൽ മിസ് കോൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുക. നമ്മള് ഈ നിങ്ങൾക്കൊരു ലെസൺ ഉണ്ട് പാർട്ട് 2 സൈക്കോളജിയുമായിട്ട് കണക്ട് ചെയ്തതാണ്. ഡിഫൻസ് മെക്കാനിസം എന്നൊരു ലെസൺ. നമ്മൾ മാനസികമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും കൂടി കാണിക്കും. ആ സമയത്ത് സൈക്കോളജിയിൽ ആ ഓരോ വേർഡിനും വരുന്ന മീനിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഡിക്ഷണറിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ക്ലിയർ ആയിട്ട്. അങ്ങനെ കുറച്ചൊരു ഡിസ്ക്രിപ്ഷനും കൂടെ ചില കാര്യങ്ങൾക്ക്, ചില വേർഡുകൾക്ക് ഇത് കൊടുക്കാറുണ്ട്. കാരണം ചില വേർഡ് പല കോണ്ടെക്സ്റ്റിലും പല മീനിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റിലും എന്ത് മീനിങ് ആണ്. അങ്ങനെ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയി. ഞാൻ ഏകദേശം ഒരു 10 years ആയി ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. കാര്യം നമുക്ക് ശരിയാണ്, ഇപ്പൊ AI ഉണ്ട്, മെറ്റയുണ്ട്, പക്ഷെ എനിക്ക് എന്നാലും ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ വേണ്ട ഇത് ഓപ്പൺ ചെയ്യാൻ. പിന്നെ ആ വേർഡ് മീനിങ് തന്നെ വരുന്ന, നമ്മൾ പര്യായനൊക്കെ സിനോണിംസ് എന്ന് പറയുന്ന പോലെ തന്നെ ആ വേർഡിന് പകരം ഉപയോഗിക്കാവുന്ന 3-4 വേർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചിലത് നമ്മൾ കോമൺ കേട്ടിട്ടുള്ളതായിരിക്കും, ചിലത് പുതിയതായിരിക്കും. അപ്പൊ നമ്മുടെ വേർഡ് പവർ കുറച്ചുകൂടെ കൂടും. കുഞ്ഞുങ്ങൾക്ക് യൂസ് ആയിരിക്കും അല്ലേ മാം? സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും
കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സെന്റൻസ് സ്പീക്കിംഗ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ടല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് എഴുതുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാം പുതിയ പുതിയ വേർഡ്സ്. ഓക്കെ ഫൈൻ, ഞാൻ അത് ഷെയർ ചെയ്യട്ടെ. റിവേഴ്സ് കളറിംഗ് അല്ല. നെക്സ്റ്റ് വേർഡ്, എല്ലാവർക്കും ചിലപ്പോൾ പടം വരയ്ക്കാനൊന്നും അറിയില്ല, പക്ഷെ ചില സൂത്രപ്പണികളിലൂടെ നമുക്ക് ചില പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് പറ്റും. ഈസി വേ ഓഫ് ഡ്രോയിങ് പിക്ചേഴ്സ്. ഞാൻ ഇവിടെ ഒരു ടെഡി ബെയറിനെയാണ് വരച്ചത്. 6 സ്റ്റെപ്പിലാണ് കേട്ടോ വരച്ചത്. ഫ്രീ ഹാൻഡ് തന്നെ വരച്ചതാ. ആദ്യം ഒരു സർക്കിളിന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ചെവി വെച്ചു, കണ്ണ്, മൂക്ക്, കയ്യ്, വയറ്, കാല്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. 6 സ്റ്റെപ്പ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇത് തന്നെ നമ്മൾ പല ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്കും അറിയായിരിക്കും. ഈ മലയാളം ലെറ്റേഴ്സ് വെച്ചിട്ട് എലി, ഗാന്ധിജി അങ്ങനെയൊക്കെ വരയ്ക്കില്ലേ എളുപ്പമായിട്ട്? അങ്ങനെയൊക്കെ ചെയ്യാം. മലയാളമോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും. ഇഷ്ടംപോലെ റെഫറൻസ് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. അതൊക്കെ യൂട്യൂബിൽ എത്രയുണ്ട്, യൂട്യൂബിൽ എത്രയുണ്ട് മാം? മാം പറഞ്ഞു. ഒന്നും കൂടെ മാം കാണിക്കാമോ? ഇപ്പൊ കാണിച്ച പിക്ചർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡ്രോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനാണോ? അത് തന്നെ, അത് തന്നെ. ഓക്കെ, ഇവിടെ ശരി ശരി. സ്റ്റെപ്പിലാണ്. മാം വരച്ചിരിക്കുന്ന ഒരു ഡിയർ ആണ് തോന്നുന്നു അല്ലേ? ടെഡി ബെയർ. ഒന്ന് മതിയോ? ഒരു എക്സാമ്പിൾ മതിയോ? ഒരു എക്സാമ്പിൾ നമുക്കൊരു എന്താ പറയാ, റെഫറൻസിനാണ് നമ്മൾ ഈ റെക്കോർഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരെണ്ണം മതി. പറഞ്ഞ ആപ്പ് ഏതായിരുന്നു? വേർഡ് വെബ്. മാം ഒന്നും കൂടെ കാണിച്ച് അതിന്റെ ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ മാം? ഏതാണ്? പിക്ചർ ആണോ? ആ, ഡിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. 6 സ്റ്റെപ്പിലാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ആ യെസ് മാം. ആദ്യം 1 വരച്ചു, പിന്നെ രണ്ടാമത് ചെവി വരച്ചു, പിന്നെ വായ, കണ്ണ്, പിന്നെ എന്താ പറയാ കൈ വരച്ചു, പിന്നെ വയറ്, കാല്, അങ്ങനെ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മളൊരു പിക്ചർ മുഴുവനായിട്ട് കുട്ടികൾക്ക് കൊടുക്കും. കളറൊന്നും ചെയ്യാത്ത പിക്ചറാണ് കേട്ടോ. എന്നിട്ട് കൊടുത്തിട്ട് ആ പിക്ചർ നോക്കി അതേപോലെ തന്നെ വരയ്ക്കാനായിട്ട് പറയും. അപ്പോ വരയ്ക്കാൻ അത്ര ഒരു സ്കില്ലില്ലാത്ത കുട്ടികൾ ചിലപ്പോൾ വരച്ചു വരുമ്പോൾ അത് വലിപ്പമൊക്കെ കൂടി ഒരു പ്രൊപ്പോർഷൻ ഇല്ലാതെ വരും അല്ലെ. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് അത് ഒരു ഫ്രെയിമിനകത്ത് വരയ്ക്കാവുന്ന രീതിയിൽ ആക്കി കൊടുക്കും. അങ്ങനെ ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പൊ അതൊരു റെക്ടാങ്കിൾ ഷേപ്പ് വരച്ചിട്ട് അതിലാണ് ആ ഗിഫ്റ്റ് ബോക്സ് വച്ചിരിക്കുന്നത്. ഇങ്ങോട്ടും കൂടെ ഒന്ന് കാണിക്കാമോ? ഈ സൈഡിലേക്കും കൂടെ സെയിം അളവിൽ തന്നെ റെക്ടാങ്കിൾ ബോക്സ് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾ അതിന്റെ ഉള്ളിൽ തന്നെ വരയ്ക്കാനായിട്ട് ട്രൈ ചെയ്യും. സക്സസ് ആവുകയും ചെയ്യും. നമ്മള് കുട്ടികൾക്കായതുകൊണ്ട് സിമ്പിൾ പിക്ചേഴ്സ് കൊടുക്കുക. ഒത്തിരി ഡീറ്റെയിൽസ് ഉള്ള വളവും തിരിവും ഉള്ളതൊന്നും കൊടുക്കാതിരിക്കുക. അത് ഇപ്പുറത്തെ സ്റ്റാർ ആണോ മാം വരച്ചിരിക്കുന്നത്? ഞാൻ ചുമ്മാ ഒരു എളുപ്പത്തിനൊരു പിക്ചർ വരച്ചു എന്നുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ. ഓക്കെ, അപ്പുറത്തെ ബ്ലാങ്ക് ആണല്ലേ? അപ്പുറത്തെ ബോക്സ് ഇപ്പൊ അത് ബ്ലാങ്ക് ആണ്. കുട്ടികൾക്ക് വരയ്ക്കാനുള്ള സ്പേസ് ആണ്. സ്പേസ്. ഓക്കെ ഓക്കെ. നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു വലിപ്പത്തിൽ തന്നെ അവർ വരയ്ക്കാൻ അവര് നല്ലപോലെ ശ്രദ്ധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിമിറ്റഡ് സ്പേസ് കൊടുത്തിരിക്കുക. ഓക്കെ ഓക്കെ. സെയിം പിക്ചറിനെയാണ് നമ്മൾ ആ ബോക്സിലേക്ക് വരയ്ക്കേണ്ടത്. മാം വരച്ചിരിക്കുന്ന ഇപ്പൊ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു അല്ലേ? അതെ. ഓക്കെ. ഇനി ചുമ്മാ ഒരു പിക്ചർ കൊടുക്കുക, അത് കളർ ചെയ്യാനായിട്ട്. ഞാൻ മിക്കി മൗസിനെ സെലക്ട് ചെയ്തത് എന്തെങ്കിലും ഒരു പിക്ചർ കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണെന്നില്ല. അവർക്ക് കൂടുതൽ കളർഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി കുറെ മെറ്റീരിയൽസ് അത് വേണമെങ്കിൽ നമുക്ക് വരച്ചും കൊണ്ടുപോകാം, അല്ലെങ്കിൽ പിക്ചേഴ്സ് കട്ട് ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോയി. അതായത് ഇപ്പം ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുന്ന ചില രൂപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഫ്ലവേഴ്സിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ അനിമൽസിന്റെ ആണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് അനിമൽസ്, ബേർഡ്സ് അങ്ങനെ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ.
നമ്മൾ ഒരു 4-5 മെറ്റീരിയൽസ് ഒരുമിച്ച് വെക്കുക. അതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഓട് കണ്ടുപിടിക്കുക. വീട്ടിലെ സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കും. ഫ്രൂട്ട്സും കുറെ ഫ്രൂട്ട്സും ഒരു വെജിറ്റബിളും കൂടെ വെക്കുമ്പോൾ ഓട് വരച്ച് വെക്കുമ്പോൾ അതിന് ഫ്രൂട്ട്സ് ഏതാ വെജിറ്റബിൾ ഏതാന്ന് കറക്റ്റ് അറിയാമെങ്കിൽ ആ കുട്ടി അത് കണ്ടുപിടിക്കും. ബേർഡിനെയും കുറെ അനിമൽസിനെയും കൂടെ വെക്കുമ്പോൾ ഓട് വരച്ച് ചോദിച്ചാൽ അങ്ങനെ കൂടുതൽ വെറൈറ്റിയില് നമ്മൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു റെഫറൻസിൽ ഒന്ന് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ബാത്റൂം ആക്സസറീസ് ആയിരുന്നു. അതിനകത്തൊരു നോട്ട്ബുക്കും കൂടെ വന്നു. അപ്പൊ കുട്ടിക്കറിയാം ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ യൂസ് ചെയ്യുന്നതും നോട്ട്ബുക്ക് അല്ലാത്തതാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. മാം ഇത് വരയ്ക്കണം എന്ന് നിർബന്ധമാണോ? പേസ്റ്റ് ചെയ്ത കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യൂ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിക്ചർ ഒട്ടിക്കാൻ പറ്റും. യെസ്. ഇനി കളറിങ് വളരെ ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക്. നേരെ എഴുത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആൽഫബറ്റ്സിനെയും നമ്പേഴ്സിനെയും അവർക്ക് നല്ല ഫെമിലറൈസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ആൽഫബറ്റ്സും നമ്പേഴ്സും കൊടുത്തിട്ട് ബ്ലോക്ക് പോലെ കൊടുത്തിട്ട് അത് കളർ ചെയ്യാനായിട്ട് പറയും. ഇങ്ങനെയൊക്കെ സ്റ്റെൻസിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. ഇങ്ങനെ വലുതായിട്ട് ആൽഫബറ്റ്സ് ഇങ്ങനെ വരച്ചിട്ട് കളർ ചെയ്യും. അതുപോലെ തന്നെ നമ്പേഴ്സ് നമ്പേഴ്സ് 10 വരെയാണോ മാം എഴുതിയിരിക്കുന്നത്? ഞാൻ 0 to 9 ആണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഇവിടുന്ന് പാട്ട് കേൾക്കുന്നു. ഇത് ആൽഫബറ്റ്സ്. ഇനി നമ്മളെല്ലാരും ചെയ്തിട്ടുണ്ടാവും ചെറുപ്പത്തിൽ, ഇപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടാവും. വഴി കണ്ടുപിടിച്ചു കൊടുക്കുക അല്ലെ? യശോദവഴി. ഞാനൊരു പപ്പി, അതിന്റെ കെന്നൽ, അതിന്റെ കൂട്ടിലേക്ക് എത്താനുള്ള വഴി ചുമ്മാ വരച്ചതാട്ടോ. ചുമ്മാ ഇങ്ങനെ സ്പൈറലായിട്ട് വെറുതെ കുറെ വരച്ചിട്ട് ചിലതിന് അവിടെ ബ്ലോക്ക് ചെയ്തു. ചുമ്മാ വരച്ച് ബ്ലോക്ക് ചെയ്തു. ഒരെണ്ണം ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചു. കുട്ടികൾക്കുള്ളതാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. തുടക്കം കൊടുക്കുമ്പോൾ സിമ്പിൾ കൊടുക്കുക. പിന്നെ അവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഏത് വേണമെങ്കിലും വരയ്ക്കാട്ടോ. എനിക്കിവിടെ ഒരു പപ്പിയും ഒരു കെനലും ആയിരുന്നു. മാം ഇതും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ മതിയാവോ? കളിക്കുടുക്കയിലൊക്കെ ഇങ്ങനത്തെ സിമ്പിളും ഉണ്ട് ടഫും ഉണ്ട്. യെസ്. ഞാൻ ഈ രണ്ട് താഴെ മുകളിലുള്ള പിക്ചർ ഞാൻ പേസ്റ്റ് ചെയ്തു, വഴി ഞാൻ വരച്ചു. നമ്മൾ കുറച്ചു മുമ്പ് ചെയ്ത റിവേഴ്സ് കളറിങ്, ആൽഫബറ്റ്സിനും അതുപോലെ തന്നെ ഡിജിറ്റ്സിനും വേണ്ടിയിട്ട് റിവേഴ്സ് കളറിങ്. അത് ആൽഫബറ്റ്സും ഡിജിറ്റ്സും അല്ലാത്ത ബാക്കി ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ കളർ അങ്ങോട്ട് പോകാത്ത രീതിയിൽ അവർ ശ്രദ്ധിച്ച് ഒരു കോൺസെൻട്രേഷൻ പവർ ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് അതിൽ തന്നെ കളർ ചെയ്യാനുള്ള ഭാഗം കുറച്ചും കൂടെയൊക്കെ വലുതാക്കുവാണെങ്കിൽ നല്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എല്ലാ ലെറ്റേഴ്സും അവർ തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ എല്ലാ ലെറ്റേഴ്സും ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവർക്ക് വല്ല വർക്ക് ബുക്ക് ഉണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അവിടുത്തെ മെയിൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അവിടുത്തെ ടീച്ചറുടെ ഒരു എന്താ പറയുക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു 4 ലെറ്റർ ഒക്കെ കളർ ചെയ്യിക്കാവുന്ന രീതിയിൽ വലുതാക്കിയിട്ട് ഒരു പേജിന്റെ ഹാഫിലൊക്കെ ഒരു എ എന്നുള്ള ലെറ്റർ ഒരു 4 എണ്ണം, അതിന്റെ ബാക്കി ഹാഫില് ബി 4 എണ്ണം ഒക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് കളർ ചെയ്തോളും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ കാണിച്ചു തന്നൂടി കാണിക്കാമോ? മാം മറ്റേ ആൽഫബറ്റ്സ് നമ്മൾ കളർ അടിക്കുന്ന രീതിയിലായിരുന്നു അല്ലെ? ഏതൊട്ട് ഇസഡ് വരെ ചെയ്ത് ഇത് നമ്മള് റിവേഴ്സ് കളറിങ് കുറച്ചുകൂടെ അവർക്ക് മറ്റേത് ചെയ്യുമ്പോൾ അവരുടെ പുറത്തേക്കൊക്കെ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ചെയ്ത് റിവേഴ്സ് കളറിങ് കൊടുക്കുമ്പോൾ അവർ ഷെയ്ഡഡ് പോർഷനിലേക്ക് ആവാതെ ശ്രദ്ധിച്ച് കളർ ചെയ്യാനായിട്ട് നോക്കും. മാം ഷെയ്ഡ് ചെയ്തത് പെൻസിൽ കൊണ്ടല്ലേ? നമുക്ക് ഷെയ്ഡ് വേറെ കളറൊക്കെ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചാൽ കുട്ടികൾ കളർ ചെയ്യുമ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്തതിന്റെ കോൺട്രാസ്റ്റ് കളർ അവർ ഉപയോഗിക്കുവാണെങ്കിൽ കാണാൻ ക്ലിയർ ആയിരിക്കും. അതേ കളർ തന്നെ അവർ ചിലപ്പോൾ
അവർക്ക് ഇഷ്ടം ചിലപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത കളർ ആണെങ്കിൽ അതേ കളർ തന്നെ എടുത്ത് അവർ ഷെയ്ഡ് ചെയ്യുമ്പോൾ കാണുമ്പോ ആ ലെറ്ററിന്റെ പിക്ചർ ഒന്ന് ശരിക്കും മനസ്സിലേക്ക് പതിയാൻ ഇത്തിരി പാടായിരിക്കും. പെൻസിൽ കൊണ്ട് ചെയ്യേണ്ടതാവുമോ ബെറ്റർ ഒന്നുകൂടെ? നമ്മളുടെ ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് റെസ്ട്രിക്ഷൻ വെക്കേണ്ടി വരും. 4 കളർ കൊടുക്കുക, പെൻസിലോ ക്രയോൺസോ 4 വെക്കുക, ഇതിൽ ഏതെങ്കിലും എടുത്ത് കളർ ചെയ്യുക, എന്നൊന്ന് വെക്കുക. നമ്മൾ എന്താണോ ഷെയ്ഡിങ് കളർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ കോൺട്രാസ്റ്റ് വരുന്ന 4 കളർ മാത്രം പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യാം. പിന്നെ അവിടെ ഒരു ടീച്ചർ എനിക്ക് 4 തന്നോണ്ട് അങ്ങനെ കുട്ടിക്ക് ഫീൽ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ ദാറ്റ് അപ് ടു യു. വരുന്ന കുട്ടികൾ നിങ്ങളുടെ മുന്നിലാണ്, എന്റെ മുന്നിലല്ല. എന്നോട് ആരൊക്കെയോ എന്ന് ചോദിച്ചു, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ കുട്ടികളെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അല്ലാതെ എന്തെനിക്ക് പറയാൻ പറ്റും? കാരണം അവരുടെ മുന്നിൽ വരുന്ന കുട്ടികളെ അവരിലേ കാണുന്നുള്ളൂ, ഞാൻ കാണുന്നില്ലല്ലോ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഷാഡോ. നമ്മൾ ആദ്യം ഒരു പിക്ചർ വരയ്ക്കണം. പിക്ചറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഷാഡോ, നിഴല്, അതിന്റെ നിഴല് വന്നാൽ എങ്ങനെ ഇരിക്കും ആ രീതിയിൽ നിഴല് പോലെ വരയ്ക്കുക. ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഞാൻ പെൻസിലോണ്ടേ ചെയ്തിട്ടുള്ളൂ, കളറൊന്നും ചെയ്തിട്ടില്ല. ആദ്യം മുകളിൽ ഒരു കൈറ്റ് വരച്ചു. ആ കൈറ്റിനോട് ഏകദേശം ഒക്കെ വരുന്ന രീതിയിൽ 3 ഷാഡോ, ഒരെണ്ണം കറക്റ്റ് കൈറ്റിന്റെ അതേപോലെ വരച്ചു, ബാക്കിയുള്ളതൊക്കെ കുറച്ചൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തി. കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഒന്നുകൂടി കാണിക്കാമോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ടോപ്പില് മുകളിൽ കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ടാവും മുഴുവനായിട്ട്. അതിന്റെ തൊട്ട് താഴെ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതോ ഒരു പിക്ചറിന്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കുക ഏതിന്റെയാണ് ആ പാർട്ട് എന്നുള്ളത്. ഞാനിവിടെ 2 ബേർഡ്സും ഒരു ഫിഷിനെയാണ് വെച്ചിരിക്കുന്നത്. താഴെ ഏതോ ഒരു ബേർഡിന്റെ കാലിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ഏത് ബേർഡിന്റെയാണ് കണ്ടുപിടിച്ച് രണ്ടും കൂടെ ഇങ്ങനെ മാച്ച് ചെയ്യിക്കുക. മാം ഒന്നും കൂടെ പറയാമോ? എന്റെ നെറ്റ് പോയായിരുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് പിക്ചേഴ്സ് ആദ്യം നമ്മൾ കൊടുക്കണം. ആ പിക്ചേഴ്സ് കംപ്ലീറ്റ് പിക്ചേഴ്സ് ആയിരിക്കണം. ആ പിക്ചറിന്റെ ഏതെങ്കിലും ഒരു പിക്ചറിന്റെ ഒരു ചെറിയ ഭാഗം, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം താഴെ കൊടുക്കണം. അത് ഏത് പിക്ചറിന്റെ റിവേഴ്സ് കളറിങ് കഴിഞ്ഞിട്ടുള്ളായിരുന്നു ഇത്? അതെ, കളറിംഗ് അല്ലല്ലോ, ഷെയ്ഡ് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റി കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവേഴ്സ് കളറിംഗ് കഴിഞ്ഞിട്ട്. അത് ഞാൻ കേട്ടില്ല, കാരണം എനിക്ക് 5 മിനിറ്റ് പോയി. ഒരു പിക്ചർ തന്നിട്ട് അതിന്റെ നിഴല് കണ്ടുപിടിക്കാനായിട്ട്, അതിന്റെ നിഴല് താഴെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അത് കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു. കാണിക്കാമോ? നെക്സ്റ്റ് വൺ, നമുക്ക് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ടാവും, കംപ്ലീറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ്. ആ പിക്ചറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു പിക്ചറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. കുറച്ചധികം കൊടുത്തിട്ടുണ്ടാവും. മാച്ച് ചെയ്യുക ഏതിന്റെയാന്നുള്ളത്. ഞാനിവിടെ ഒരു ഫിഷും 2 ബേർഡുമാണ്. ഒരു കാലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഏതിന്റെ കാലാണെന്നുള്ളത് കണ്ടുപിടിക്കും. അതാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. ഒരു ട്രീ കൊടുത്തിട്ട് ഫ്രൂട്ട്സ് താഴെ കൊടുക്കാം, ആ രീതിയിലൊക്കെ ചെയ്യാം. അതൊക്കെ പാടായിരിക്കും, ഏത് ട്രീ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പാടായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയാ, വെഹിക്കിൾസ് കൊടുത്തിട്ട് അങ്ങനെ കാണിക്കാം, അതിന്റെ ഏതെങ്കിലും പാർട്സ് താഴെ കാണിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം. യെസ്, ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് യുവർ റെക്കോർഡിംഗ്. ഓപ്ഷൻ കൊടുത്തിട്ടില്ലേ 3 ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ പാർട്സിനും നമ്മൾ 3 കൊടുക്കുന്നുണ്ടല്ലേ? ഒന്നേ ഉണ്ടാവുള്ളൂ, ഒന്നിന്റെ ഉണ്ടാവുള്ളൂ.
ഏതെങ്കിലും ഒരു പിക്ചറിന്റെ പാർട്ടിനെ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യുവാണെങ്കിൽ എല്ലാത്തിന്റെയും കൊടുക്കുന്ന രീതിയിൽ അങ്ങനെയും മാച്ച് ദ ഫോളോയിങ് ചെയ്യാം കേട്ടോ. ഇതിപ്പോ നമ്മൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണത്തിന്റെ ഒരു പാർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കല്ലേ. പിന്നെ മറ്റേത് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് ജനറലി കൊടുക്കാം, അതും വരുന്നുണ്ട് ആക്ടിവിറ്റി. അപ്പൊ എന്താണ് പാട്ട് കൊടുക്കുമ്പോ വേറെ രണ്ടെണ്ണം കൂടി കൊടുക്കണം അതിന്റെ കൂടെ? അതെ, അല്ലാതെ പിന്നെ എന്തെങ്ങനെ ചെയ്യാം, ഒരെണ്ണം കൊടുത്തിട്ട് അത് ഏത് പിക്ചറിന്റെ ആണെന്ന് അങ്ങനെ ചെയ്യിക്കാം അല്ലേ, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരെണ്ണത്തിന്റെ പാട്ട് കൊടുത്തിട്ട് അത് ഏതിൻ്റെതാണോ അങ്ങനെ കണ്ടുപിടിക്കാതെ മാം ചെയ്ത പോലെ വേറെ വേറെ പാട്ടുകൾ കൊടുത്ത് ഒന്നിന്റെ പാട്ടും അങ്ങനെ വെച്ചിട്ടാണോ കൊടുക്കേണ്ടതെന്ന് ചോദിക്കണേ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യിക്കാം. അപ്പൊ പല 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 ആക്ടിവിറ്റീസ് ആയിട്ട് എഴുതാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമല്ല, അതും ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്ത ആക്ടിവിറ്റി ആണല്ലോ, കണക്ട് ചെയ്യുന്ന ഒരു തീമാണല്ലോ. അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കാം. നെക്സ്റ്റ് വൺ, നമുക്കൊരു പിക്ചർ തരും, അതേപോലെ തന്നെ ഒരു പിക്ചർ വരയ്ക്കണം, പക്ഷെ എൻലാർജ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ബോക്സ് പ്രൊവൈഡ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഒരു ചെറിയ ബോക്സിൽ ഒരു പിക്ചർ വരച്ചു, ആ ബോക്സ് വലുതാക്കി വരച്ചു, എന്നിട്ട് അതൊന്ന് എൻലാർജ് ചെയ്ത് അതിലേക്ക് വരയ്ക്കാം, കാണിക്കാം കേട്ടോ. അതിന് ശരിക്കും മാറിയിട്ടില്ല അതിന്റെ അസ്വസ്ഥത. ആദ്യം നമ്മളൊരു പിക്ചർ വരച്ചു, ചെറിയ പിക്ചർ. അപ്പൊ അതേപോലെ തന്നെ പിക്ചർ വീണ്ടും വരയ്ക്കണം, പക്ഷെ കുറച്ച് വലിപ്പത്തിൽ. അപ്പൊ ആ ബോക്സ് നേരത്തെ നമ്മൾ സെയിം അളവിലുള്ള ബോക്സ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തത് അല്ലെ. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ വലിയ ബോക്സ് കൊടുത്തിട്ട് കുട്ടിയോട് വരയ്ക്കാനായിട്ട് പറയാം. അപ്പൊ അവർക്ക് ആ കാൽക്കുലേഷൻ, അവരുടെ മൈൻഡില് ആ ഒരു കാൽക്കുലേഷൻ ഒക്കെ അവർക്ക് വരൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ സിമ്പിൾ ഒരു സ്റ്റാർ പോലത്തെ ഒരു പിക്ചർ സെലക്ട് ചെയ്തത്. അതാവുമ്പോ പാർട്ട് ബൈ പാർട്ടായിട്ട് വര നമ്മൾ കൊടുത്തിട്ടുണ്ട്, 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്ക്വയറിനെ. അപ്പൊ അവര് അതിനനുസരിച്ച് ഓരോ പോർഷനിൽ വരുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, ഒരു പിക്ചർ കൊടുക്കുക, കളർ ചെയ്യുക. പക്ഷെ കളർ ചെയ്യുമ്പോൾ ഈ പിക്ചറിന്റെ ഓരോ പാർട്ടിലും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഓരോ നമ്പറിനും ഓരോ കളറ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്പർ നോക്കി ആ നമ്പറിന്റെ നേരെ ഏത് കളറാണോ എഴുതിയിരിക്കുന്നത് ആ കളർ വെച്ച് തന്നെ കളർ ചെയ്യും. അതാണ് ആക്ടിവിറ്റി. പല കാര്യങ്ങളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, കുട്ടിക്ക് നമ്പർ കറക്റ്റ് ആയിട്ട് അറിയാമോ എന്ന് നോക്കാം. അതായത് നമ്പേഴ്സ് ഒക്കെ പഠിച്ച കുട്ടിയായിരിക്കണം കേട്ടോ. പിന്നെ കളറും പഠിച്ച കുട്ടികളായിരിക്കണം. അപ്പൊ അവര് കറക്റ്റ് നമ്പർ അറിയാമെങ്കിൽ ഒരു 1 എന്നുള്ള നമ്പറിന്റെ നേരെ യെല്ലോ ആണെങ്കിൽ യെല്ലോ എന്നുള്ള കളർ തന്നെയാണോ ക്രയോൺസിൽ നിന്ന് എടുത്തിട്ട് വരയ്ക്കുന്നതെന്നോ അല്ലെങ്കിൽ കളർ പെൻസിലിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്നതെന്നോ ഒക്കെ നോക്കാനായിട്ട് പറ്റും. കുട്ടി കളർ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോന്നും നമ്പർ ശരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ടൊരു ഒരു ഫ്ലവർ ആണ്, ഒരു പോട്ടിൽ നിൽക്കുന്ന ഒരു ഫ്ലവർ ആണ് പേസ്റ്റ് ചെയ്യാം. യെസ്, ഫ്ലവർ ആണ് വരച്ചിരിക്കുന്നത്. ഫ്ലവറിന്റെ പെറ്റൽ എല്ലാം 2 മാർക്ക് ചെയ്തു, റെഡ്. ആ നടുക്കുള്ള പോർഷൻ 1 യെല്ലോ. പിന്നെ സ്റ്റെം, ചെടിയുടെ സ്റ്റെം 3 ഡാർക്ക് ഗ്രീൻ കൊടുത്തു, ലീഫ് ലൈറ്റ് ഗ്രീൻ, പിന്നെ പോട്ടിന് ബ്രൗൺ അല്ല ഓറഞ്ച് കളർ കൊടുത്തു. പോട്ടിനകത്ത് മണ്ണിന്റെ ഭാഗം കാണുന്നവിടെ 5 കൊടുത്തു. അങ്ങനെ അപ്പൊ ഏകദേശം ഒരു 6 കളറാണ് ഞാനിവിടെ ആ പിക്ചറിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കും. അപ്പൊ അത് പറയണേ, നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ഉള്ള ഒത്തിരി ഭാഗങ്ങളുള്ള ഒരു പിക്ചർ എടുക്കണം. കാരണം 1 or 2 കളർ മാത്രം ചെയ്യാൻ പറ്റുന്ന പിക്ചർ അല്ലാതെ കുറച്ചധികം കളർ വരുന്ന രീതിയിൽ പിക്ചർ സെലക്ട് ചെയ്യാം. മാം, ഈ കളേഴ്സിന്റെ ഡീറ്റെയിൽസ് സൈഡിൽ എഴുതി കൊടുത്തേക്കുവാണോ? സൈഡിൽ എഴുതി കൊടുക്കണം. നമ്മൾ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ കളർ എഴുതണം. അപ്പൊ ഇത്രയും കൂടെ വലുതായ കുട്ടികൾക്ക്, അതായത് കളറ് വായിക്കാൻ പറ്റണം, നമ്പർ അവർക്ക് കാണാൻ കണ്ടാൽ മനസ്സിലാവണം, കളേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവണം. UKG ഒക്കെ ആയ കുട്ടികൾക്ക് ഇത് മാം വരച്ച പടമാണ്, ഈ ഫ്ലവർ മാം വരച്ചതാണ്. അതെ അതെ.
അത്രയും സിമ്പിൾ ആയിട്ട് വരച്ചാൽ മതിയല്ലേ? അതുപോലെ മതി മതി. ആ സൈഡിൽ നമ്മളിങ്ങനെ ഓരോ കളറിന്റെ നെയിം ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ പിന്നെ ചെറിയൊരു ബോക്സില് ആ കളർ ഇങ്ങനെ ഏത് ആ കളറാണ് ഞാൻ പറയാൻ അങ്ങനെ വരുമായിരുന്നു. കാണിച്ചു കളർ കൊടുത്തോ? ഇങ്ങനെ മെൻഷൻ ചെയ്യാലോ അല്ലേ മാം? Yes. കളർ മെൻഷൻ അത് ചെയ്യുമ്പോൾ കുട്ടിക്ക് കാണാറുണ്ട് വേഗം ഓരോ കാണാൻ പറ്റും. അത്ര എളുപ്പമാക്കണോ? പുസ്തകത്തിലൊക്കെ. അപ്പൊ അതിന് കറക്റ്റ് യെല്ലോ എന്നുള്ള കളർ മനസ്സിലാവില്ലേ? ഓക്കെ. അതെ, അപ്പൊ അപ്പൊ അങ്ങനെ കുട്ടി കാണിക്കാൻ എങ്ങനെ പാടില്ല. വായിക്കുക? വായിക്കാൻ മനസ്സിലാവുന്ന ഒരാൾക്കല്ലേ അത് മനസ്സിലാവുള്ളൂ. വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാം. വായിച്ച് അവരെ കളറൊക്കെ പഠിച്ചു എന്നുള്ള ആ ലെവലിലെത്തിയ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാം. അതാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ സിമ്പിൾ കൊടുക്കും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബോക്സിലെ കളർ ചെയ്ത് അങ്ങനെ അങ്ങനെ 1 എഴുതിയിട്ട് ആ കളർ ഏത് കളറാന്നൊക്കെ പറയിപ്പിക്കണം കേട്ടോ. അതെ, എഴുതിയില്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അത് എടുക്കാൻ ശ്രമിപ്പിക്കണം അല്ലേ? അതെ, എന്ത് കളറാണ് ഇതെന്ന് കാണിച്ചിട്ട് പറയിപ്പിക്കണം. അതെങ്ങനെയാണ് ഈ കളർ കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ആ ഒരു സ്റ്റെപ്സ് ഉണ്ട്. അത് പാർട്ട് 3-ലാണ്. മോണ്ടിസോറി മെത്തേഡ്, തിയറി മെത്തേഡ്സ് അതിലാണ് വരുന്നത്. ഡോക്ടർ മറിയ മോണ്ടിസോറി കളർ ടാബ്ലറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ആണ് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രൈമറി കളർ ടാബ്ലറ്റ്സ്, സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ്, ടേർഷറി കളർ ടാബ്ലറ്റ്സ്. പ്രൈമറിയിൽ 3 കളേഴ്സും, സെക്കൻഡറിയിൽ 11 കളേഴ്സും, ടേർഷറിയിൽ 63 കളേഴ്സ് ആണ്. അത് കളർ ഷെയ്ഡിങ് ആണ് അവിടെ. അതായത് ഒരു കളറിന്റെ തന്നെ 7 ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ടാവും, ലൈറ്റ് കളർ ടു ഡാർക്ക് കളർ, ആ രീതിയിൽ. അപ്പൊ നമ്മള് കുട്ടികളോട് പൊതുവെ ഈ കളർ ടാബ്ലറ്റ്സിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാനായിട്ട് പറയും. സെക്കൻഡറി ചെയ്യാനാണ് എല്ലാവരോടും പറയുന്നത്. അതായത് 11 കളേഴ്സ് വരുന്നത്. കാരണം ആ 11 കളേഴ്സിൽ തന്നെ പ്രൈമറി കളറിലെ 3 കളറും വരും. പിന്നെ പ്രൈമറി ചെയ്ത പോലെ ഒരു എഫക്റ്റ് ആയിരുന്നു. പിന്നെ അത് സെറ്റ് ആയിട്ടാണ്. അതായത് ഒരു കളറിന്റെ തന്നെ 2 എണ്ണം ഉണ്ടാവും, 2 ടാബ്ലറ്റ് ഉണ്ടാവും. ഇപ്പൊ റെഡ് ആണെങ്കിൽ റെഡിന്റെ 2 പീസ് ഉണ്ടാവും, ആ രീതിയിൽ. സെക്കൻഡറി കളർ ടാബ്ലറ്റിന്റെ ബോക്സിൽ നമുക്ക് 22 കളർ ടാബ്ലറ്റ്സ് ഉണ്ടായിരിക്കും. ഡോക്ടർ മോണ്ടിസോറി അത് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് വുഡിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുമാണ്, കോസ്റ്റ്ലി ആണ്. നമ്മൾ അതിന്റെ റിപ്ലിക്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചാർട്ട് പേപ്പറിലാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോ ചില കളറൊക്കെ നമുക്ക് ചാർട്ട് പേപ്പർ ആ സച്ച് ആ കളർ വാങ്ങിക്കാനായിട്ട് കിട്ടും. എന്നിട്ടൊരു റെക്ടാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും, ചെറിയൊരു പീസ്. എന്നിട്ട് അതിന്റെ 2 സൈഡിലും ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ ഇല്ലേ, അത് വെച്ച് ഒട്ടിച്ച് അതിനെ ഒന്ന് സെക്യൂർ ആക്കും. 2 സൈഡിൽ നിന്ന് പൊട്ടിക്കുവാണെങ്കിൽ നല്ല സേഫ് ആയിട്ടിരിക്കും. അങ്ങനെ ആ രീതിയിലൊക്കെയാണ് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കളർ ബോക്സ് എന്ന് പറയും. ബോക്സിനകത്തുള്ള കളേഴ്സിനെ കളർ ടാബ്ലറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഞാൻ അതിന്റെ ലിസ്റ്റ് തരാം, എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ലിസ്റ്റ് തരാം. കുറെയൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കയ്യിലുണ്ട്, പക്ഷെ കളർ ടാബ്ലറ്റ്സ് ഒന്നും എന്റെ പോയി, എന്റെ കയ്യിലില്ല. ഇതൊക്കെ പ്രാക്ടിക്കലിൽ വരുന്നതാണ് മാം. പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങുന്നു പറഞ്ഞില്ലേ, അന്നേരം വരുന്നതാണ് ഇതെല്ലാം. അതാണ്, അത് ഇപ്പോഴേ തരാം. കാരണം എന്താണെന്ന് വെച്ചാല് ഡിലേ ആവണ്ട, നിങ്ങൾക്ക് കുറേശ്ശെ ചെയ്ത് തുടങ്ങാലോ. ഇപ്പോഴേ ലിസ്റ്റും ഡീറ്റെയിൽസും തരാം 1 by 1 ആയിട്ട്. സാവധാനം ഞങ്ങള് ചെയ്താൽ മതിയല്ലേ? അതെ, സാവധാനം എന്ന് പറയുമ്പോ പാർട്ട് 3 ആകാറാകുമ്പോ ഒരു 90% നിങ്ങളുടെ കഴിയുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം പാർട്ട് 3യുടെ തിയറി നമ്മൾ എടുക്കുന്നതിന് പാരലായിട്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കലും എടുക്കും. അതായത് മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കല്. മോഡ്യൂൾ 1-ലെ പാർട്ട് 3 മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ മോഡ്യൂൾ 3 അതിന്റെ പ്രാക്ടിക്കലാണ്. അപ്പോ നമുക്ക് ഒരുമിച്ച് പോകണം. പാർട്ട് 3യുടെ ഒപ്പം തന്നെ മോഡ്യൂൾ 3യും എടുത്ത് പ്രാക്ടിക്കലും ചെയ്യും. പാർട്ട് 4 കഴിയുമ്പോഴേക്കും നമ്മുടെ മോഡ്യൂൾ 3യും കഴിയും, മോഡ്യൂൾ 1-ഉം കഴിയും. നമ്മള് എക്സാമിനും റെഡിയാകും, വൈവയ്ക്കും റെഡിയാകും. പാർട്ട് 3 കഴിയുമ്പോഴേക്കും വൈവ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡിലേ ആയിപ്പോകും. മാം, ഒരു ഡൗട്ടും കൂടെ ഉണ്ടേ. നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ ഇതിനകത്ത് തന്നിരിക്കും, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ എല്ലാം തന്നെ നമുക്കിപ്പോ 1 മാസമോ അല്ലെങ്കിൽ 15 ദിവസമോ ആയിരിക്കും മിനിമം നമ്മൾ ട്രെയിനിങ്ങിന് പോകാന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ദിവസവും നമുക്ക് ഓരോന്നായിട്ടല്ലേ നമ്മൾ ചെയ്യുക, അതോ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഉദാഹരണം ചോദിക്കുന്നത്, ഇപ്പം നമ്മളൊരു കുട്ടിക്ക് കളർ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചാർട്ട് അല്ലെങ്കിൽ A4 സൈസ് പേപ്പർ അതിൽ നമ്മൾ കൊണ്ടുപോയി. അപ്പൊ ഇന്നത്തെ വർക്ക് നമ്മൾ അതേ കൊടുക്കാവുള്ളൂ, അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഓക്കെ ദിവ്യ, അതിന്റെ ഒരു പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ പോകുന്ന സ്കൂളിലെ മാനേജ്മെന്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മിക്കവാറും നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസിന് ചെയ്യുമ്പോഴായിരിക്കും ഒരു ടീച്ചർ അത് നോക്കിയിരിക്കുമായിരിക്കും ലീവ് എടുക്കാനായിട്ട്. അവരങ്ങ് ലീവ് എടുത്തു പോകും.
പിന്നെ ആ ക്ലാസ്സിന്റെ മുഴുവൻ ചുമതല നമുക്ക് വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ആ ടീച്ചർ അതാണ് ഞാൻ ചോദിച്ചത്. ബാക്കി വെച്ചിട്ട് പോയ പോർഷൻസ് ഒക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ ടീച്ചിങ് പ്രാക്ടീസ് പോകുമ്പോൾ അവരുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി 15 ദിവസം പറഞ്ഞ് പോയ കുട്ടി സ്കൂള് ക്ലോസ് ചെയ്യണവരെ അവിടെ വർക്ക് ചെയ്യേണ്ടി വന്നു. ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പേയ്മെന്റ് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരാളെ പറ്റിക്കുകയോ ചെയ്യരുത്, നമ്മളെ ആരും പറ്റിക്കാനും പാടില്ല. അതെ അതെ, ശരിയാണ്. അതാണ് വേണ്ടത്. അതാണ് എന്റെ ഒരു സംശയം. ഇപ്പൊ നമ്മളിപ്പോ ഒരു തീരുമാനം എടുത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോ ഒരു ടീച്ചറിന് ബൈ മിസ്റ്റേക്ക് എന്നാൽ ഓക്കെ ടീച്ചർ ഞാനൊരു 15 ദിവസത്തേക്ക് ലീവ് എടുത്തോട്ടെ എന്ന് HMന്റെ അടുത്ത് അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മള് അവിടെ ഉള്ള കാര്യങ്ങളും നോക്കി ചിലപ്പോ ചെയ്യേണ്ടി വരുമായിരിക്കാം ഒരു പക്ഷേ അവിടുത്തെ സാഹചര്യം നോക്കുമ്പോൾ. ചില സ്കൂളുകാര് അവര് പറയും ഞങ്ങൾ പറയുന്ന പോർഷൻസ് നിങ്ങൾ എടുത്താൽ മതി എന്ന് പറയും. അപ്പൊ നമ്മൾ പെടും. അതായത് നമ്മൾ ഭയങ്കര ഡിസൈൻ ചെയ്തൊക്കെ പോവായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് EVS എടുക്കാൻ കിട്ടുവാണ്, മാത്സ് എടുക്കാൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ പഠിപ്പിക്കേണ്ട കാര്യങ്ങള് ഈ ആക്ടിവിറ്റി ഈ റെക്കോർഡിനകത്തുള്ളത് വെച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ അവിടെ ക്രിയേറ്റീവ് ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അവരുടെ പോർഷനും തീർത്തു കൊടുക്കാം, കൂട്ടത്തിൽ നമ്മുടെ കാര്യവും നടന്നു പോകണം. അതെ, അവരെ ഒബ്സർവ് ചെയ്യും എന്തായാലും. അപ്പൊ അവരുടെ മനസ്സിൽ നമ്മളുടെ ഒരു നല്ലൊരു പിക്ചർ ഉണ്ടായിരിക്കും, നല്ലൊരു സിഗ്നേച്ചർ അവിടെ അവശേഷിപ്പിച്ചിട്ട് വേണം അവിടെ ഇറങ്ങാൻ. നല്ല സ്കൂളാണെങ്കിൽ, നല്ല പ്രൊഫൈലുള്ള സ്കൂളാണ്, ഡീസന്റ് പി ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഏത് സ്കൂളാണെങ്കിലും നന്നായിട്ട് തന്നെ നമ്മൾ പെർഫോം ചെയ്യുക സിൻസിയർ ആയിട്ട്. പക്ഷെ ആ ഒരു വേക്കൻസി വരുമ്പോൾ ഒരു ഫസ്റ്റ് നമ്മളെ പ്രിഫർ ചെയ്യും. ഒരു ബയോഡേറ്റയും കൊടുത്തിട്ടങ്ങ് വരിക. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുവാണ് കോഴ്സ്, ബാക്കി നമ്മളുടെ ബാക്കി ഏരിയാസും കാര്യങ്ങളും എല്ലാം ആ നമ്മുടെ പ്രൊഫൈലിൽ നല്ല പോലെ മാർക്ക് ചെയ്യുക, ഒരു ബയോഡേറ്റയും കൊടുത്തിട്ട് വരിക. നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ട് വരിക, നല്ല സ്കൂളാണെങ്കിൽ. അതല്ല ഇവിടെ വർക്ക് ചെയ്യാൻ അത്ര സുഖമെല്ലാം തോന്നുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ബയോഡേറ്റ കൊടുക്കണമെന്നില്ല. പക്ഷെ കുട്ടികളോട് നല്ല സിൻസിയാരിറ്റി കാണിക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണല്ലോ. അപ്പൊ അത് ചെയ്യാം. കാരണം ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് പോയ ഒരു കുട്ടി 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളായിരുന്നു. അപ്പൊ അത് വളരെ വിഷമത്തോടുകൂടി എന്നോട് പറഞ്ഞത്, അവിടുത്തെ പ്രിൻസിപ്പൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് മാത്രം പഠിപ്പിച്ചാൽ മതി, നിങ്ങളുടെ ഇതൊന്നും പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം സാധനങ്ങൾ നല്ലതായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണേ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. അത് കഴിഞ്ഞപ്പോ ഇതിനങ്ങ് ബോറടിക്കാൻ തുടങ്ങി. അവരുടെ രീതിയിൽ പഠിക്കുക, അതായത് വടി എടുക്കുക, പേടിപ്പിക്കുക, അതൊക്കെയാണ്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് ഇതിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത്. കുട്ടിക്ക് പറ്റുന്നില്ല അങ്ങനെ ചെയ്യാൻ. അവസാനം പിന്നെ അത് ഒന്നും നോക്കിയില്ല, അതിന്റെ രീതിക്ക് തന്നെ ആക്ടിവിറ്റീസ് എടുത്തു. അപ്പൊ ക്ലാസ് റൂമിന്റെ രീതികളെ മാറി. മറ്റേത് പേടിച്ച് വിറച്ച് കുട്ടികൾ ഇങ്ങനെ ഇരിക്കണു, അവര് മിണ്ടുന്നില്ല. ടീച്ചർ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവർക്ക് മിണ്ടാൻ പേടിക്കാൻ, അവർക്കൊരു സ്പേസ് കിട്ടുന്നില്ല. കുട്ടികളെ അത്രയും പേടിപ്പിച്ചാണ് ടീച്ചർമാർ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ആക്ടിവിറ്റീസിലൂടെ അവരെ ഇതാക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഓക്കെ കൊള്ളാലോ എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു, അവർ വർക്കുകൾ ചെയ്തു എന്ന് വന്നു തുടങ്ങി. അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് ആൾക്ക് പറ്റി. അതൊക്കെ നോക്കുക. പല രീതിയിലുള്ള ചലഞ്ചസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. പക്ഷെ ആ ചലഞ്ചൊക്കെ നമ്മുടെ ഗ്രോത്തിനുള്ളത് തന്നെയാണ്. കുറച്ച് ക്ഷമയും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് പോവുക എന്നുള്ളത്. പലപ്പോഴും ഇത് ചോദിച്ചതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുവാണേ. നമ്മൾക്ക് സ്കൂളുകളിൽ പൊതുവെ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതാണ് അല്ലെ, ലെസൺ പ്ലാൻ. ലെസൺ പ്ലാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ കേട്ടിട്ടില്ലേ? ഒരാഴ്ചത്തേക്കുള്ളതോ 1 മാസത്തേക്കുള്ളതോ അങ്ങനെയൊക്കെ പറഞ്ഞ ലെസൺ പ്ലാൻ. അപ്പൊ നമ്മൾ എന്താണ് ആ സ്കൂളിൽ ചെല്ലുമ്പോൾ അവര് പറയും നമ്മളോട് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്താണോ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഞാൻ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതിന്റെ ഒരു പ്ലാൻ ആണ്, ഒരു ഫ്യൂച്ചർ പ്ലാൻ ആണ് അല്ലെ, ഒരു പ്രീ പ്ലാൻ. ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് പ്ലാനിങ് ആക്കി വെക്കും. നമുക്ക് മോണ്ടിസോറി മെത്തേഡില് ലെസൺ പ്ലാൻ ഇല്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് അത് പറയാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് ട്രഡീഷണൽ വേയിലാണ് നമ്മൾക്ക് അവിടെ ടീച്ചിങ് പ്രാക്ടീസ്. അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്ന പോലെ തന്നെ അവരോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടോ, ലെസൺ പ്ലാൻ ഉണ്ടോ? കാരണം അങ്ങനെ അത് തന്നെ ഫോളോ ചെയ്യാന്നുള്ള രീതിയിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നമ്മളായിട്ട് സിമ്പിൾ ഒരു ലെസൺ പ്ലാൻ എഴുതണം. ടീച്ചിങ് മാനുവൽ ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞ ഒരു ജേർണൽ എഴുതുന്ന പോലെയാണ്. നമ്മൾ ഇന്നൊരു ദിവസം പോയി അവിടെ നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തു, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് ഡേ വെച്ചു. ആ ഫസ്റ്റ് ഡേ കഴിയുന്ന അന്ന് വൈകിട്ട് തന്നെ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അന്നത്തെ ദിവസത്തെ കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് 1 ആക്ടിവിറ്റി ഒരു 2 കോളം
3 കോളം, അതായത് സീരിയൽ നമ്പർ ആദ്യത്തെ കോളത്തില്, രണ്ടാമത്തെ കോളത്തില് ലേണിംഗ് ആക്ടിവിറ്റി, മൂന്നാമത്തെ കോളത്തില് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, റിസൾട്ട് എന്താണ്, എയിം എന്നുള്ള രീതിയിൽ. നമ്മളുടെ ഉദ്ദേശം കുട്ടികളെ ആൽഫബറ്റ്സ് പഠിപ്പിക്കാനാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളുടെ ലേണിംഗ് ആക്ടിവിറ്റിയുടെ താഴെ വളരെ സിമ്പിൾ ആയിട്ട് ടു ടീച്ച് ദം ആൽഫബറ്റ്സ്, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതി വെക്കുക. അവരെ നമുക്ക് ആൽഫബറ്റ്സ് പഠിപ്പിക്കണം. അതിന് വേണ്ടുന്ന അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡും കൂടെ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് കുറച്ചു മുമ്പ് നമ്മൾ ചെയ്ത കളറിംഗ് മെത്തേഡ് ഉപയോഗിക്കാം അല്ലെ. ഡയറക്റ്റ് കളറിംഗും കൊടുക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് കളറിംഗ് കൊടുക്കാം. അതല്ല, ഞാൻ ആക്ഷൻ സോങ്ങിലൂടെയാണ് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നത്. അപ്പൊ ത്രൂ ആക്ഷൻ സോങ് അല്ലെങ്കിൽ ത്രൂ കളറിംഗ്, അല്ലെങ്കിൽ വേണ്ട ആൽഫബറ്റ്സ് ഒക്കെ കൂടെ വരുന്ന ഒരു കഥ പറഞ്ഞാൽ പഠിപ്പിക്കണേ. സ്റ്റോറി നറേഷൻ, ത്രൂ സ്റ്റോറി നറേഷൻ. സിമ്പിൾ ആയിട്ട് എന്ത് രീതിയിലാണ് നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്, ഞാൻ അതിന്റെ ഫോർമാറ്റ് ഒക്കെ കാണിക്കാണ്. ഞാൻ എഴുതിയ ടീച്ചിങ് മാനുവൽ ഉണ്ട്, അത് എഴുതി ആൽഫബറ്റ് പഠിപ്പിക്കാനല്ലേ സാൻഡ് പേപ്പർ? അതെ അതെ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് അത് കൊടുക്കാം. എന്നിട്ട് ആ ഒബ്ജക്റ്റീവ് എന്താ, ശരിക്കും നമ്മുടെ ഉദ്ദേശം എന്താ, കുട്ടികൾ ആൽഫബറ്റ്സ് പഠിക്കണം അല്ലെ. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റിയുടെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ആൽഫബറ്റ്സ് പഠിപ്പിക്കണം. അതിന്റെ ആ ബോക്സിന്റെ താഴെ, നമ്മൾ കോളം ഒക്കെ വരച്ചതിന്റെ താഴെ എഴുതുക ഒബ്സർവേഷൻ. അതായത് നമ്മൾ ഈ ആക്ടിവിറ്റി കൊടുത്തപ്പോ കുട്ടികൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയത്. ഞാൻ എന്താണ് മനസ്സിലാക്കിയത്, ഒബ്സർവേഷൻ. നമ്മൾ 20 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. 20 കുട്ടികൾക്കും വളരെ ഇഷ്ടമായി. നമ്മള് കളറിങ്ങിലൂടെ പഠിപ്പിച്ചെന്ന് വിചാരിക്കുക കേട്ടോ. 20 കുട്ടികളും വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി ചെയ്യുന്ന കണ്ടു. ചില കുട്ടികൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ചില കുട്ടികൾ നാളെ ഞങ്ങൾ ഇത് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയാണോ കുട്ടികളുടെ റെസ്പോൺസ് കിട്ടിയത് അത് നിങ്ങൾ ആ ഒബ്സർവേഷനിൽ എഴുതി വെക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടീച്ചിങ് മാനുവൽ. അത് മലയാളത്തിൽ എഴുതിയാലും മതിയോ? ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. കാരണം അവിടുത്തെ ടീച്ചറെ കൊണ്ട് ദിവസവും പറ്റിയില്ലെങ്കിൽ ആ ടീച്ചർ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഇനീഷ്യൽ ചെയ്യാം. HMന്റെ അടുത്ത് HM തിരക്കാണെങ്കിൽ ആ KG സെഷനിലെ മെയിൻ ടീച്ചറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇനീഷ്യൽ ചെയ്യിച്ചാൽ മതി. ലാസ്റ്റ് HMനെ കൊണ്ട് ഒരു സൈനും സീലൊക്കെ വാങ്ങിപ്പിക്കുവാണെങ്കിൽ നന്നായിരിക്കും. മാം എഴുതിയതൊന്ന് പിന്നെ കാണിക്കണേ, ഷെൽഫിലിരിക്കുമോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നമ്മൾക്ക് ശരിക്കും ഒരു ലേണിംഗ് ജേർണലാണ്. കാരണം നിങ്ങൾ 10 ദിവസം ഒരിടത്ത് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, കുറെ ദിവസം കഴിയുമ്പോൾ അവിടെ എന്തൊക്കെ ഞാൻ ചെയ്യിച്ചു എന്നുള്ളതിന്റെ ഒരു ഡിഫറൻസ്. യെസ് മാം ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യം എന്താണ്, ജേണലാണോ അതോ പിന്നെ ലെസൺ പ്ലാൻ, ഏതാണ് സംഭവം? ലെസൺ പ്ലാൻ അല്ല, ലെസൺ പ്ലാൻ പ്രീ പ്ലാൻഡ് അല്ലേ. ഇത് നമ്മള് ടീച്ചിങ് മാനുവൽ ആണ്. നമ്മൾ ഡെയിലി ഡയറി എഴുതില്ലേ, ടീച്ചിങ് മാനുവലിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് കരുതണോ, അല്ലെങ്കിൽ ഒരു ഡയറി വാങ്ങണോ? ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബുക്ക് വാങ്ങണോ? ഇല്ല, ബുക്കിൽ എഴുതിയാൽ നന്നായിരിക്കും. ഞാൻ A4 പേപ്പർ പ്ലെയിനില് ഇങ്ങനെ കോളമൊക്കെ വരച്ച് അങ്ങനെയാണ് ഞാൻ എഴുതിയത്. എന്നിട്ട് ഞാൻ ഫയൽ ചെയ്യുമായിരുന്നു. നിങ്ങൾ ബുക്കിൽ ചെയ്താൽ മതി. കാരണം പേപ്പർ ന്യൂസ് പേപ്പർ ആവുമ്പോൾ അത് മിസ്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. കാറ്റത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് സാൻഡ് പേപ്പർ പറയുന്നതെന്നൊരു ചോദ്യം ഞാൻ കണ്ടു. വളരെയധികം കുട്ടികൾ സാൻഡ് പേപ്പർ അത്ര അട്രാക്റ്റീവ് ഒന്നും അല്ല അല്ലെ. ഫോം ഷീറ്റ് വാങ്ങി, ഗ്ലിറ്റർ പേപ്പർ കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഈ ഫോം ഷീറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാൻഡ് പേപ്പറിന്റെ പോലെയുള്ള സ്റ്റിമുലേഷൻ കിട്ടില്ല. ഡോക്ടർ മോണ്ടിസോറി സാൻഡ് പേപ്പറിലാണ് ചെയ്തത്. ഡോക്ടർ മോണ്ടിസോറി ചെയ്തതുപോലെയുള്ള മെറ്റീരിയൽസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അത് തന്നെ ചെയ്യണം. ഹൈ കോസ്റ്റ് നോക്കി വാങ്ങേണ്ടത് അത് പോട്ടെ. ഇത് സാൻഡ് പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്, അത്ര വിലയുമില്ല, നമുക്കിങ്ങനെ കിട്ടും. ഈ ഗ്ലിറ്റർ പേപ്പർ ആവുമ്പോൾ കുട്ടികളെ അതിലൂടെ ട്രേസ് ചെയ്യിച്ചാൽ അവർക്ക് ആ സ്റ്റിമുലേഷൻ കിട്ടില്ല, ബ്രെയിൻ ട്രിഗർ ആകില്ല. അത് മാത്രമല്ല അതിന്റെ ഗ്ലിറ്റേഴ്സ് മുഴുവൻ അവരുടെ കയ്യിലാകും. അവരത് കിള്ളി പൊളിച്ചെടുക്കാനുള്ള ചാൻസും ഉണ്ട്. നഖത്തിന്റെ ഇടയിൽ പോവും, അവർ വായിലും മൂക്കിലും ഒക്കെ വിരലും കൊണ്ടുപോകും. അത് അപകടമാണ്. പിന്നെ അതുപോലെ സാൻഡ് പേപ്പർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ ട്രിഗറിങ് കിട്ടും. പണ്ട് നമ്മളൊക്കെ മണ്ണിലെഴുതി പഠിച്ചിട്ടില്ലേ അക്ഷരങ്ങള്, അതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഹാൻഡ് റൈറ്റിംഗ് നന്നാകും. ഇത് ഈ സാൻഡ് പേപ്പറിലൂടെ വിരലിങ്ങനെ ട്രേസ് ചെയ്യുവാണ്. ആ ലെറ്ററിലൂടെ ട്രേസ് ചെയ്യുമ്പോൾ ഇത് അവരുടെ ബ്രെയിനിനെ ശരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യും. ആ ലെറ്ററിന്റെ ഇമേജ് അവരുടെ ബ്രെയിനിൽ അങ്ങനെ ഇംപ്രഷൻ ആകും. റെഡിമെയ്ഡ് വാങ്ങാമോ മീൻസ് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ആര്യ. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് നല്ല കോസ്റ്റ്ലി ആണ് വാങ്ങുന്നത്. നമുക്കത് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും കോസ്റ്റ് വരില്ല.
മാം ഒരബദ്ധം പറ്റി, പക്ഷെ ഞാനത് ക്ലിയർ ചെയ്തു. കാണിച്ചിരുന്നല്ലോ ദിവ്യ. ഗ്ലിറ്റർ പേപ്പറിൽ ചെയ്തു, ഒത്തിരി വിലയൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ടെല്ലാം മേടിച്ചു. പക്ഷെ എന്റെ മീൻസ് ആ അബദ്ധം ആർക്കും പറ്റരുന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അത് ഗ്രൂപ്പിൽ ഇട്ടു. സാൻഡ് പേപ്പർ തന്നെ വളരെ ചെയ്യാൻ. ഭംഗിയായിട്ട് ഗ്ലിറ്റർ പേപ്പറിൽ സ്മോൾ ലെറ്റർ ഇങ്ങനെ വെട്ടി എടുക്കാൻ നല്ല എളുപ്പമാണല്ലോ ആ ക്യാപിറ്റലും. ഞാൻ അതിന് മാർക്ക് കൊടുക്കാറില്ല. പ്രാക്ടിക്കൽ സെഷനിൽ സാൻഡ് പേപ്പർ കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാൻ തരും. അത് സമയമില്ല, അധികം കട്ട് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് മിനിമം 4 ലെറ്റർ എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് മാം, ഫുൾ ചെയ്തു. വലിയ കുഴപ്പമില്ല. ഫുൾ ചെയ്താൽ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാം. കാരണം പലയിടത്തും കിട്ടിയ റിസൾട്ട് എഴുതാത്ത കുട്ടികൾ പലരും എഴുതാൻ തുടങ്ങി സാൻഡ് പേപ്പറിലൂടെ ട്രേസ് ചെയ്തതിനു ശേഷം. അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ ഗ്ലിറ്റർ പേപ്പർ സാൻഡ് പേപ്പറും വെച്ചിട്ട് ട്രേസ് ചെയ്യിച്ചു നോക്കൂ. അവര് ഗ്ലിറ്റർ പേപ്പറിൽ ഫസ്റ്റ് ആ ഭംഗിയൊക്കെ കണ്ട് തിളക്കമൊക്കെ കണ്ട് ഇതാവുമായിരിക്കും. പക്ഷെ വരയ്ക്കാൻ അവർ കണ്ടിന്യൂസ് സാൻഡ് പേപ്പറിലേ അവർ വിരൽ വെക്കുള്ളൂ. ഗ്ലിറ്റർ പേപ്പറിൽ ട്രേസ് ചെയ്താൽ അവർക്ക് ആ ട്രിഗർ കിട്ടില്ല, സ്റ്റിമുലേഷൻ കിട്ടില്ല. അവർക്ക് റഫ് സർഫസിനോട് വളരെ അട്രാക്ഷൻ ആയിരിക്കും തൊടാൻ. ഗ്ലിറ്റർ പേപ്പർ വളരെ സ്മൂത്ത്നെസ് ആണ്. അതെ, വിലയും കൂടുതലുമാണ്. പ്രയോജനമില്ല. അക്ഷരം പഠിച്ചൊരു കുട്ടിക്ക് കാണാൻ കൊള്ളാം, അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമില്ല. ആദ്യമായിട്ട് അക്ഷരം വിരല് കൊണ്ട് ട്രേസ് ചെയ്യുന്ന കുട്ടിക്ക് ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടുള്ള ഇതിൽ നിന്ന് അവർ പഠിക്കില്ല. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കും. മാം, ഈ വിരല് കൊണ്ട് ട്രേസ് ചെയ്താലേ പെൻസിൽ പിടിച്ചിട്ട് പിന്നെ അവർക്ക് പെട്ടെന്ന് എഴുതാൻ സാധിക്കുന്നാണോ ഇതുകൊണ്ടുള്ള ഗുണം? അതെ, കാരണം നമുക്ക് പെൻസിൽ പിടിക്കണമെങ്കിൽ ഈ 3 ഫിംഗേഴ്സ് വേണം. ഈ ഫിംഗേഴ്സിന്റെ മസിൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ മസിൽസ് ആണ്. ഈ മസിൽസ് ഡെവലപ്പ് ആകണമെങ്കിൽ ഇത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളുടെ ഈ വിരലുകൾ മൂവ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കുണ്ടായിരുന്നു. മരത്തിൽ വലിഞ്ഞു കയറുക, മാങ്ങ പൊട്ടിച്ചെടുക്കുക, ചാമ്പയ്ക്ക പൊട്ടി, എല്ലാം ഈ വിരൽ വെച്ച് നമ്മൾ എല്ലാ പണിയും ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം മുന്നിൽ എത്തുവാണ്. നമ്മളെ പോലെ മരത്തിൽ കയറിയിട്ടില്ല അവര്, അല്ലെ? നമ്മൾ മണ്ണ് വാരി കളിച്ചു, മണ്ണും കൊണ്ട് അപ്പം ഉണ്ടാക്കി കളിച്ചു, അല്ലെ? നമ്മളുടെ വിരലുകളൊക്കെ ആക്റ്റീവ് ആയിരുന്നു. നമ്മൾക്ക് എഴുതുന്നതിനൊന്നും ഒരു വിഷമം ഉണ്ടായില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൈ വേദനിക്കുന്നു എന്ന് പറയും. മടി പിടിച്ച് പറയണതാണെന്ന് നമ്മൾ വിചാരിക്കും. ഒരിക്കലും അല്ല, അവരുടെ മസിൽസ് ഡെവലപ്പ് ആകാത്തതുകൊണ്ട് അവർക്ക് പെയിൻ വരുന്നതാ. അതാണ് നമ്മൾ റൈറ്റിങ്ങിന് മുന്നേ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത്. സാൻഡ് പേപ്പർ നല്ല റഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വാങ്ങിച്ചിട്ട് വിരലൊന്ന് ഓടിച്ചു നോക്കണം. കാരണം കുഞ്ഞു വിരലുകളാണ്, മുറിയരുത്. കാരണം ഇതിന്റെ റഫ്നെസ് നമ്പർ വെച്ചിട്ടാ പറയണത് കേട്ടോ. ഞാൻ 80 എന്നുള്ള നമ്പർ ആയിരുന്നു ഞാൻ ചെയ്ത സമയത്ത് വാങ്ങിച്ചത്, 80. പക്ഷെ നമ്മളുടെ ബാച്ചിലെ കുട്ടികൾ പറയുന്ന കാര്യം 120 കറക്റ്റ് ആണെന്ന്. നിങ്ങൾ അതൊക്കെ ഒന്ന് ഹാർഡ്വെയർ ഷോപ്പിൽ ചോദിക്കുക, പെയിന്റ് കടകളില്ലേ അവിടെ ചോദിക്കുക. സാധാരണ ലേഡീസ് സ്റ്റോറിൽ പോയി ചോദിക്കുന്നത് കിട്ടില്ല, മിക്കവാറും കിട്ടില്ല. പക്ഷെ പെയിന്റ് കടകളിൽ കിട്ടും. കാരണം അവര് പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് സ്മൂത്തൻ ചെയ്യാനായിട്ട് ഈ സാധനമാണല്ലോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അത് ഒത്തിരി ഇതുള്ളതും ഉണ്ട് മാം, ഒത്തിരി റഫായിട്ട്. എന്ന് വെച്ചാൽ ഈ ചിരട്ടയ്ക്കൊക്കെ ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുമല്ലോ, ചിരട്ടയൊക്കെ സ്മൂത്ത്നെസ് ചെയ്യാൻ. കേട്ടോ, നമുക്ക് അത്ര ആവശ്യമില്ലല്ലോ. അപ്പം ഹസ്ബൻഡ് ചോദിച്ചാണ് മേടിച്ചത്. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സ്മൂത്ത് ആയിട്ടുള്ളത് മാത്രം തന്നാൽ മതി. മുറിയരുത്. ചിലതിലിങ്ങനെ അതിന്റെ ആ റഫ് ആ പാർട്ട് ഇങ്ങനെ കൂർത്തൊക്കെ നിൽക്കുന്നുണ്ട്. 120 എഴുതിയിട്ടുണ്ട്. അത് മതിയെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഒന്ന് തിരിച്ചു കാണിച്ചേ രമ്യ. എനിക്ക് കിട്ടിയത് ഇത് തന്നെയാ എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് കറുപ്പാണ് കിട്ടിയത്, എനിക്ക് ബ്രൗൺ കിട്ടിയില്ല. പക്ഷെ സിംഗിൾ കളറേ കിട്ടത്തുള്ളൂ, സിംഗിൾ കളർ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ കൺട്രീസിലൊക്കെ കുറച്ചുകൂടെ കളർഫുൾ ഉണ്ടെന്ന് തോന്നുന്നു. പച്ച ചിലതുണ്ടെന്ന് പറയുന്നു മാം. ഈ ഓൺലൈനിൽ ചിലവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ റെഡ് കളർ, അതും ഭയങ്കര കഷ്ടമാണ് കിട്ടാൻ. നോക്കണ്ട, ഞാനൊക്കെ ബ്ലാക്ക് ഷെയ്ഡ് ആവുന്നു. കളർ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? കോമണാണ്, എല്ലായിടത്തും ഉണ്ടല്ലോ. ആണോ? എനിക്ക് കളറും എനിക്ക് ബ്ലാക്ക് മാത്രമേ കിട്ടിയുള്ളൂ, എനിക്ക് ബ്രൗൺ പോലും കിട്ടിയില്ല. എന്റെ അച്ചായി കാർപ്പൻറ്റർ ആളാ, ഞങ്ങൾക്കറിയാം. ഞങ്ങള് സ്ഥിരം ഞങ്ങളെ കൊണ്ട് മിനിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പണിയെടുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അച്ഛയെ പറഞ്ഞു അത് ഭയങ്കര കട്ട് ചെയ്യാന്നൊക്കെ ചോദിച്ചു. ഇതുപോലെ തന്നെയാണ് മാം ഞാനും വെട്ടി ഒട്ടിച്ച് ഇതുപോലെ ഒട്ടിച്ചു. വളഞ്ഞ് അതിന്റെ വണ്ണമൊക്കെ കുറഞ്ഞു പോയി കട്ട് ചെയ്താ എനിക്ക് കറക്റ്റ് ആയത്. അങ്ങനെ ചെയ്ത് 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 കറക്റ്റ് ആയതായിരുന്നു ഇതൊക്കെ. ആദ്യത്തേക്ക് വളരെ മോശമായി, പിന്നെ കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഇത് വരുമല്ലോ. പക്ഷെ മാം ഏതിലാണ് ഒട്ടിച്ചത്? ഞാൻ ഫെവിക്കോള് വെച്ച് ഒട്ടിച്ച് കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ഒട്ടിക്കുന്ന ഞാൻ സമയത്ത് ഒട്ടിച്ചത് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ആ യെല്ലോ കളർ ഒരു ഫെവി ബോണ്ടോ അതാണോ എന്ന് എനിക്ക് ആ സംശയം. കാരണം വെച്ചാൽ ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചപ്പോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുഴപ്പമില്ല, അത് സെറ്റായി. പക്ഷെ ഫെവി ഫെവിക്കോൾ വെച്ച് ബോണ്ട് ആണെന്നാണ് കേട്ടോ എന്റെ ഓർമ്മ. ആ ഒരു മഞ്ഞ ഷെയ്ഡ് കാണുന്നുണ്ട്. അപ്പൊ ആ ചിലപ്പോ അത് ചിലപ്പോ പെട്ടെന്ന് ഒട്ടുമായിരിക്കും. അത് ചിലപ്പോ പെട്ടെന്ന് ഒട്ടായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ഇനിയിപ്പോ ഒട്ടിക്കാനുള്ളവർക്ക് അതൊരു ക്ലിയർ കിട്ടാൻ വേണ്ടിട്ട് ചോദിച്ചതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് തന്നെ 2017 ചെയ്തതല്ലേ, ഇത്രയും വർഷമായിട്ട് അത് പൊളിഞ്ഞൊന്നും പോയിട്ടില്ല. ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഞാൻ വെറുതെ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ച്, നിങ്ങൾ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചാലും ബാക്കിൽ കാർഡ്ബോർഡ് എന്തെങ്കിലും വെച്ച് ഒന്നുകൂടെ സേഫ് ആക്കുക, സെക്യൂർ ആക്കുക. കാരണം കുട്ടികളുടെ കയ്യിൽ പിടിക്കുമ്പോൾ കീറി പോവാതിരിക്കും. ഓക്കെ പേപ്പർ കീറി പോവാതിരിക്കും. മറ്റേത് ചാർട്ട് പേപ്പർ കീറില്ല, ചാർട്ട് പേപ്പറിന്റെ ഭാഗം എഡ്ജൊക്കെ കീറി പോവാതിരിക്കും. ഓക്കെ. ഓക്കെ ഗ്ലൂഗൺ ചിലപ്പോ ഉരുകും. ഗ്ലൂഗൺ ചിലപ്പോൾ ഉരുകാൻ സാധ്യത ഉണ്ട്. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു നോക്കൂ കേട്ടോ. ഉരുകൊന്നുമില്ല, സാൻഡ് പേപ്പർ നല്ല കട്ടിയല്ലേ. ഫെവിക്കോൾ തന്നെ എപ്പോഴും പേപ്പറിലേക്ക് ഒട്ടുവോ അതോ അറിയില്ല, കാർഡ്ബോർഡ്? ഒട്ടിച്ചു നോക്കണം. ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ നോക്കിയിട്ടില്ല. മിസ്, പക്ഷെ അതിലും പെർഫെക്ഷൻ എപ്പോഴും കിട്ടുക ഫെവിക്കോൾ ആയിരിക്കും. അത് തന്നെ, അതാ ഞാൻ പറഞ്ഞു. ട്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി ഗ്ലൂഗൺ കുറച്ച് ചെറുതായിട്ട് ചൂടും കൂടെ. മാം ഒറ്റ കളറായ കുഴപ്പമില്ലല്ലോ എല്ലാം. ഏതാണ് ചാർട്ട് പേപ്പർ ആണോ? സാൻഡ് അല്ലല്ല, പേപ്പർ. സാൻഡ് പേപ്പർ എനിക്ക് ഒരു കളറാ കിട്ടിയത്. ഒരു കുഴപ്പമില്ല. നമുക്ക് കോമൺലി അവൈലബിൾ ഒരു കളറാണ് ഇപ്പൊ. മാം അതിലെ AEIOU വവ്വൽസ് മാത്രം വേറൊരു കളർ ആക്കിയിട്ടുണ്ട്. വവ്വൽസ് മാത്രം. അത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എല്ലാരും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. അത് ചുമ്മാ ഒരു ട്രിക്ക് ചെയ്തതെന്ന് വെച്ചാൽ, അതിനകത്ത് A എന്ന് പറയുന്ന ലെറ്റർ എടുത്തിട്ട് ഞാൻ അതിനകത്ത് ക്രയോൺസ് അടിച്ചു. മറ്റേ ക്രയോൺസ് പല കളറിലുണ്ടല്ലോ, പിങ്ക്, യെല്ലോ, അങ്ങനെ പല കളറുണ്ടല്ലോ. അത് അടിച്ചു വെച്ചു. പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. AEIO മറ്റേ വവ്വൽസ് മാത്രം, അത് 5 എണ്ണം മാത്രം വേറെ കളറിലേക്ക് ആക്കി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എനിക്ക് ക്ലാസ് ഉണ്ട് ഇപ്പോ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമുക്ക് ക്ലാസ് എടുത്തു തന്ന ജിഷ മിസ്സിന് താങ്ക്സ് പറയുന്നു. നമ്മുടെ കൂട്ടുകാർക്കും താങ്ക്സ് പറയുന്നു. റെക്കോർഡിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. ബാക്കിയുള്ളവർക്കൊക്കെ പയ്യെ പയ്യെ എല്ലാവരും ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്.